സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയുടെ പല്ല് അടിച്ചു തെറിപ്പിച്ചിരിക്കുകയാണ് +2 വിദ്യാർത്ഥികൾ. ഇൻസ്റ്റഗ്രാമിൽ +1 വിദ്യാർത്ഥികൾ ഇട്ട ഇൻസ്റ്റഗ്രാം റീലിന് കാഴ്ചക്കാർ കൂടിയതാണ് പ്രകോപനത്തിന് കാരണം. 2 +1 വിദ്യാർത്ഥികളെ 20-ലധികം വരുന്ന സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചതായാണ് പരാതി. സംഭവത്തിൽ 14 +2 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. വിവരങ്ങളുമായി ബെൻസൺ ബാബു ചേരുന്നു. ബെൻസൺ, ഈ +1, +2 ക്ലാസ്സുകളിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരമായി വരുന്നുണ്ട്. അതിൽ ഏറ്റവും ക്രൂരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ഒരു കുട്ടിയുടെ പല്ലടിച്ച് തെറിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതിലെ പോലീസ് നടപടികളുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ലക്ഷ്മി പത്മ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറ്റ്യാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അത് ഉപജില്ലാ സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഈ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ കുറ്റ്യാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും +1 വിദ്യാർത്ഥികൾ കോൽക്കളി സംഘമായി പോകുന്നു. അവിടെ ചെന്ന് മത്സരിക്കുന്നു. അവർക്ക് 1ാം സ്ഥാനം നേടുന്നു. ഈ 1ാം സ്ഥാനം നേടിയതിനു ശേഷം ഇവരുടെ ഈ യാത്ര ഇവർ വീഡിയോയായി ചിത്രീകരിച്ച് അത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലായി പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് +1 ക്ലാസിന്റെ അക്കൗണ്ട് എന്ന നിലയിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ കൂടെയായിരുന്നു ഇത് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് വലിയ രീതിയിൽ കാഴ്ചക്കാരേറുന്നു. ആ കാഴ്ചക്കാരുടെ എണ്ണം കൂടിയതോടുകൂടി +2 വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ വന്ന് ഈ റീല് ഡിലീറ്റ് ചെയ്യണം, ഇത്തരത്തിൽ റീൽ അപ്ലോഡ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇടാൻ പാടില്ല എന്ന് ആദ്യം വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുകയായിരുന്നു, +1 വിദ്യാർത്ഥികളോട് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഈ അപ്ലോഡ് ചെയ്ത റീല് ഡിലീറ്റ് ചെയ്യാൻ ഈ +1 വിദ്യാർത്ഥികൾ തയ്യാറായില്ല. ഇതിന്റെ പേരിൽ 2-3 ദിവസങ്ങൾക്ക് മുൻപ് ക്യാമ്പസിനകത്ത് വെച്ച് തന്നെ +1, +2 വിദ്യാർത്ഥികൾ തമ്മിൽ മർദ്ദനം, സംഘർഷം ഉണ്ടാവുകയും അതിൽ നിരവധി വിദ്യാർത്ഥികൾക്കടക്കം പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അധ്യാപകർ ഇടപെട്ടായിരുന്നു അന്ന് ആ ഒരു സംഘർഷം ഒതുക്കി തീർത്തത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് പോവുകയായിരുന്നു. അതായത് പുറത്തുനിന്ന് അടക്കമുള്ള വിദ്യാർത്ഥികളെ +2 വിദ്യാർത്ഥികൾ മറ്റ് സ്കൂളുകളിലെ +2 വിദ്യാർത്ഥികളെ ഉൾപ്പെടെ കൊണ്ടുവന്ന് സ്കൂളിന് പുറത്ത് വെച്ച് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോവുകയായിരുന്ന ഈ റീലിൽ അല്ലെങ്കിൽ ഈ റീലെടുത്ത് അപ്ലോഡ് ചെയ്ത +1 വിദ്യാർത്ഥിയെയും മറ്റൊരു വിദ്യാർത്ഥിയെയും മർദ്ദിക്കുകയായിരുന്നു. അതായത് 2 വിദ്യാർത്ഥികളെ 20 സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇതിന്റെ നടപടിയായി 14 +2 വിദ്യാർത്ഥികളെ ഇപ്പോൾ അന്വേഷണ വിധേയമായി സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 12 വിദ്യാർത്ഥികൾക്കെതിരെ ഈ മർദ്ദനത്തിൽ നേരിട്ട് പങ്കെടുത്ത 12 +2 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. അതിൽ ഈ 2 പേർക്ക് പ്രായപൂർത്തിയായ വിദ്യാർത്ഥികളാണ്. അവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും നിലവിൽ ആരുടെയും അറസ്റ്റ് ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം 12 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കുറ്റ്യാടി മേഖലയിൽ ഇത്തരത്തിൽ ഈ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറെ കാലമായി ഇത്തരത്തിൽ സംഘർഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും മുൻപോട്ടും സമാന രീതിയിൽ സംഘർഷാവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ കർശനമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഹയർ സെക്കൻഡറി സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ ഓരോ ദിവസവും വരുന്നത് ആണ് കാണുന്നത്. ആശങ്കാജനകമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബെൻസൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.